ഇന്ന് നമുക്ക് നേന്ത്രപ്പഴവും മുട്ടയെല്ലാം വെച്ചിട്ട് നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാം. അപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴം നമുക്ക് ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. 25 ഗ്രാം ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ബട്ടറിന് പകരം വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. പക്ഷേ ബട്ടറിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകാം. ഇപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ബട്ടർ നന്നായിട്ടൊന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പഴം ബട്ടറിലിട്ടിട്ട് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. കളർന്നും മാറി വരണ്ട. ഈ ഒരു ബട്ടറിൽ പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. പിന്നെ പഴം ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ പഞ്ചസാര ചേർക്കണം. പഴം നന്നായിട്ട് കളറിൽ മാറി വന്നിട്ട് പഞ്ചസാര ചേർക്കരുത്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഫില്ലിങ് കുറച്ച് നല്ല മധുരമുള്ളൊരു ഫില്ലിംഗ് ആണ്. നമ്മൾ ഇതിൽ മാത്രമേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര തന്നെ ചേർക്കാം. അഥവാ നിങ്ങൾക്ക് നല്ല മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാരൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. പക്ഷേ ഈ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോഴായിരിക്കും ഇതൊരു സിറപ്പ് പോലെ ആയിട്ട് വരാം. കാരണം നമ്മൾ ഈ ഒരു പഞ്ചസാര ചേർത്തിട്ട് പഞ്ചസാര നന്നായിട്ട് ഉരുകി ഒരു സിറപ്പ് പോലെ ഈ ഒരു പഴത്തിൽ മിക്സായി വരണം. ഇപ്പോൾ പഞ്ചസാര ഉരുകി ഒരു ഷുഗർ സിറപ്പ് പോലെ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് പഴം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇതിന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പഴം നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ബട്ടറും പഞ്ചസാരയെല്ലാം ഈ ഒരു പഴത്തിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സായി വന്ന ഈ ഒരു പഴത്തെ ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 മുട്ടയും 2 ബൗളും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു മുട്ടയുടെ വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ മറ്റേ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഒരു മുട്ട കൂടി നമുക്ക് ഈ ഒരു മഞ്ഞൻ്റെ ഒന്നിച്ച് പൊട്ടിച്ചൊഴിക്കാം. ഇപ്പം ഈ ഒരു മുട്ട കൂടി നമുക്ക് ഈ ഒരു മുട്ടയുടെ മഞ്ഞയിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ മഞ്ഞയിലേക്ക് 5-6 ഡ്രോപ്സ് വാനില എസൻസ് ഒഴിച്ചിട്ട് ഈ ഒരു മുട്ട നന്നായിട്ട് ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി. പക്ഷേ നമ്മുടെ ഈ ഒരു വാനില എസൻസ് ചേർക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാം. അപ്പം വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസ് തന്നെ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു ബ്രെഡിൻ്റെ എല്ലാം സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ ബ്രെഡ് എടുക്കുന്ന സമയത്ത് നല്ല വലിയ ബ്രെഡ് എടുക്കാം. സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടുമെങ്കിൽ സാൻഡ്വിച്ച് ബ്രെഡ് തന്നെ എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത് വെച്ച ബ്രെഡിനെ നല്ലവണ്ണം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ച മുട്ടയുടെ മഞ്ഞ നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയുടെ മഞ്ഞ നന്നായി ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഴത്തിൻ്റെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ പഴം തണുത്ത് ഈ ഒരു ഷുഗർ സിറപ്പിലും ബട്ടറിലെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു ഫില്ലിങ് നമുക്ക് ഈ ഒരു ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല മധുരമുള്ളൊരു ഫില്ലിംഗ് ആണിത്. നമ്മൾ ഈ ഒരു പഴത്തിൽ മാത്രമേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. മുട്ടയിലൊന്നും പഞ്ചസാര ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഈ ഒരു ബ്രെഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വിരൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മുഴുവൻ ബ്രെഡും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ വെള്ളം ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഴുവൻ ബ്രെഡിൻ്റെ മുകളിലും ഞാൻ ഇതുപോലെ എഗ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് പാനിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ചേർത്താൽ മതി.
ഇപ്പോൾ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഈ ഒരു ബ്രെഡിൻ്റെ രണ്ട് സൈഡും ഒന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കളർ മാറി ക്രിസ്പിയായി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് ഇതിനൊന്ന് തിരിച്ചിട്ടെടുക്കാം. ഇനി ഈ ഒരു ഭാഗവും കൂടി കളർ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ ബ്രെഡും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ഒരു പഴത്തിൻ്റെ ഫില്ലിംഗ് എല്ലാം ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.